ഹായ് എവരിവൺ. 2025 ജെഇ മെയിൻ റിസൾട്ട്, നമ്മളേറെ കാത്തിരുന്ന റിസൾട്ട് പുറത്തു വന്നിരിക്കുകയാണ്. സൈലത്തിന്റെ ഏറ്റവും മികച്ച റിസൾട്ടുകളിൽ ഒന്നായ ഹൃദിന്റെ റിസൾട്ടുമായിട്ടാണ് ഇന്ന് നമ്മൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത്. റിസൾട്ടിനെ പറ്റി, ഫ്യൂച്ചർ പ്ലാനിനെ പറ്റി ഹൃദിനോട് നമുക്ക് ചോദിക്കാം. ഹലോ ഹൃദിൻ. ഹായ്. എങ്ങനെയുണ്ട് ഫേസ് 1 റിസൾട്ട്? സന്തോഷമുണ്ട്. ഫേസ് 1 റിസൾട്ട് കണ്ടിട്ട്. എത്രയുണ്ട്? 99.48%. സോ നമുക്ക് പറയാൻ പറ്റുന്നതിൽ ഏറ്റവും നല്ലൊരു റിസൾട്ടുമായിട്ടാണ് നമ്മൾ പറഞ്ഞ പോലെ ഇന്ന് നിങ്ങളെ കാണാൻ ഞങ്ങൾ എത്തിയിരിക്കുന്നത്. സോ ഈ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് ജെഇ മെയിൻ എക്സാം കഴിഞ്ഞ സമയത്ത് ഏറെക്കുറെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു US സ്കോറിലേക്ക് എത്തുന്നു. എക്സാം ഹാളിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ നല്ല കോൺഫിഡൻസ് ഉഷാറാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു എക്സാം ഹാളിൽ ഇരുന്ന സമയത്ത് എങ്ങനെയായിരുന്നു? ക്വസ്റ്റ്യൻസ് ഒക്കെ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഹൃദയ എഴുതിയത് ലാസ്റ്റ് ഡേയിലായിരുന്നു. അപ്പോൾ ലാസ്റ്റ് ഡേയിൽ ഇപ്പോൾ സാധാരണ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, ലാസ്റ്റ് ഡേയിൽ എക്സാം എഴുതുകയാണെങ്കിൽ നല്ല സുഖമാണ്. കാരണം അതുവരെയുള്ള ടോപ്പിക്കുകളെല്ലാം വായിച്ച് പഠിച്ച് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നോക്കിയിട്ട് പോയാൽ, അതായത് അതുവരെ വന്ന ദിവസങ്ങളിലെ ചോദ്യങ്ങളെല്ലാം നോക്കിയിട്ട് പോയാൽ ഏറെക്കുറെ ഹെൽപ്ഫുൾ ആവുന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അങ്ങനെയായിരുന്നു. അപ്പം ഓരോ ദിവസവും ഓരോ ഷിഫ്റ്റിന്റെയും ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഇങ്ങനെ കാണുമ്പോൾ ഞാൻ ആ ടോപ്പിക്സ് ഒന്ന് എടുത്ത് നോക്കും, എവിടെ നിന്നാണ് വരാൻ ചാൻസ് ഉള്ളത്. അപ്പം അത് വെച്ചിട്ട് കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ചോദ്യങ്ങളൊക്കെ അതേ ലെവൽ തന്നെയായിരുന്നു അതോ? അല്ല, എന്റെ ഷിഫ്റ്റിൽ കുറച്ചും കൂടെ ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. കുറച്ച് സമയം എടുത്തു ചെയ്യാൻ വേണ്ടി, വായിച്ചിട്ട് മനസ്സിലാക്കാൻ. പക്ഷെ എന്നാലും ചെയ്യാൻ പറ്റി എന്നുള്ള കോൺഫിഡൻസ് ഉണ്ട്. അപ്പൊ ഈ ഒരു വർഷം ഹൃദിൻ പഠിച്ചത് സൂപ്പർ 30 ബാച്ചിലായിരുന്നു. സോ സൂപ്പർ 30-ലെ ഒരു എൻറ്റയർ ഇയറിലെ എക്സ്പീരിയൻസ് ഹൃദയ ഒന്ന് സമ്മറൈസ് ചെയ്യാമോ? ഞാൻ +1 +2 ഇവിടുത്തെ ഗോകുലം സ്കൂളിലാണ് പഠിച്ചിരുന്നത്. സൈലത്തിൽ ഇന്റഗ്രേറ്റഡ് സ്കൂളിൽ പഠിച്ചത്. അപ്പം അവിടുത്തെ ടീച്ചേഴ്സ് തന്നെയാണ് ക്ലാസ് എടുക്കുന്നതുകൊണ്ട് ഞാൻ ഫെമിലിയർ ആയിരുന്നു ഇവരുടെ ടീച്ചിങ് സ്റ്റൈലൊക്കെ. അപ്പം പിന്നെ ഇവിടെ ഇപ്പം റിപ്പീറ്റ് ചെയ്യാൻ വന്നപ്പം ലൈക്ക് ഫുൾ ആദ്യം മുതൽ തന്നെ ജെഇ അഡ്വാൻസ് ഓറിയന്റേറ്റ് ആയിരുന്നു ക്ലാസ് എടുത്തിരുന്നു. റിപ്പീറ്റ് ചെയ്യാൻ തുടങ്ങുന്നതിന് മുൻപ് ഹൃദിന് കീമിന് റാങ്ക് ഒക്കെ ഉണ്ടായിരുന്നു അല്ലേ? ഓക്കെ. അതിനുശേഷം ഇപ്പം ഇവിടെ GP സാറും റിജു സാറും ഇക്ബാൽ സാറുമാണ് മെയിനായിട്ട് ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ഫോക്കസ് ചെയ്തത്. അപ്പോൾ അവർ ഫസ്റ്റ് മുതൽ തന്നെ അഡ്വാൻസ് മോഡലിൽ എടുത്ത് ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് പോയി. പിന്നെ ഇവിടെ ഇപ്പം കുറച്ച് ടൈറ്റ് ഷെഡ്യൂൾ ആയിരുന്നു. ലൈക്ക് മോർണിംഗ് ടു ഈവനിങ് വരെ ക്ലാസ് ഉണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ ടോപ്പിക്സ് ഒന്ന് കവർ ചെയ്ത് എക്സാമിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അവരുടെ ഓട്ടത്തിലായിരുന്നു. അത് കഴിഞ്ഞ് ഒരു ഡിസംബർ ആ ടൈമിലാണ് മെയിൻസിനായിട്ട് നമ്മൾ ഷിഫ്റ്റ് ചെയ്തത്. അപ്പം മെയിൻസിന് പിന്നെ അവർ നമുക്ക് കുറേ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ വർക്ക്സ് തന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വന്ന് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യും, ടോപ്പിക്സ് ടഫുണ്ടായ ടോപ്പിക്സ് ഒക്കെ ക്ലിയർ ചെയ്ത് തന്നു. പിന്നെ നമ്മളെ ആവശ്യപ്രകാരം തന്നെ എല്ലാം ചെയ്തു തന്നതാണ് എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഈ ഒരു വർഷം മുഴുവൻ ഹൃദിൻ പഠിച്ചത് ഈ ഹോസ്റ്റൽ എന്നുകൊണ്ടല്ലേ, പാരഡൈസ് ഹോസ്റ്റലിൽ പഠിച്ചത് ഈ ഒരു വർഷം മുഴുവൻ. ഹോസ്റ്റൽ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ഹോസ്റ്റൽ കുഴപ്പമില്ലായിരുന്നു. ഇപ്പം അറിയുന്നവർ കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ തന്നെ ആയിരുന്നു എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു, സ്കൂളിൽ പഠിച്ചവർ തന്നെ. പിന്നെ ജൂനിയേഴ്സും. അപ്പം പിന്നെ കുഴപ്പമില്ലായിരുന്നു, എല്ലാവരും കംഫർട്ടബിൾ ആയിരുന്നു. അപ്പോൾ ഈ ഒരു വർഷം ഹൃദിന്റെ ഷെഡ്യൂളൊക്കെ എങ്ങനെയായിരുന്നു? ഷെഡ്യൂൾ ഇപ്പം മോർണിംഗ് ടു ഈവനിങ് ക്ലാസ് ഉണ്ട്. ക്ലാസ് കഴിഞ്ഞ് കുറച്ച് ബ്രേക്ക് എടുത്തതിന് ശേഷം രാത്രി അടുത്ത ദിവസത്തേക്കുള്ള പ്രിപ്പറേഷനും പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അതിൻ്റെ ഇടയിൽ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യണം. പിന്നെ എക്സാംസ് ഉണ്ടാവും. ചിലപ്പം ചില ദിവസം ഈവനിങ് എക്സാം ഉണ്ടാവും, ചില ദിവസം മോർണിംഗ് എക്സാം ഉണ്ടാവും. അതിനായിട്ട് ഇങ്ങനെ സൂപ്പർ 30 എന്നുള്ള എൻറ്റയർ പ്രോഗ്രാമുമായിട്ട് ഹൃദിന് എത്രത്തോളം ഇൻവോൾവ് ആയിരുന്നു ഈ ഒരു വർഷം? സൂപ്പർ 30യുടെ എസൻസ് ശരിക്കും പറഞ്ഞാൽ ഹൃദിന് കിട്ടിയിട്ടുണ്ടോ? ഇപ്പോൾ ഇവിടെ പഠിക്കുമ്പം അത്യാവശ്യം സ്ട്രെസ്ഫുൾ ആയ എൻവയോൺമെന്റ് തന്നെയായിരുന്നു പഠിക്കുക. കഴിഞ്ഞ ഞാൻ +2 പഠിക്കുന്നതിന് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ സ്ട്രെസ്ഫുൾ ആയിട്ട് കുറച്ചും അഡ്വാൻസ്ഡ് മോഡൽ പ്രിപ്പയർ ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെതായ ഒരു സ്ട്രെസ്സും കാര്യങ്ങളും. അപ്പം കുറച്ചും കൂടെ ടൈം എടുത്തിട്ട് എല്ലാം ഏകദേശം കുറച്ചൊക്കെ അറിയുന്നുണ്ട്. പക്ഷെ അതിന്റെ മേലെ ഒന്നും കൂടെ ഒന്ന് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശ്രമിച്ചത്. ശരിക്കും പറഞ്ഞാൽ ഹൃദിൻ പഠിച്ച സൂപ്പർ 30 ബാച്ചിലേക്കുള്ള അഡ്മിഷൻസ് ഇപ്പോൾ കറന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ആസ്പെക്റ്റിലേക്ക് നമുക്ക് ഇനിയും വരാം. സോ ഇനി ഞാൻ ചോദിക്കുന്നത് നമ്മുടെ എക്സാം ഹാളിലെ ഒരു എക്സ്പീരിയൻസിനെ ബേസ് ചെയ്തതാണ്. ശരിക്കും സൂപ്പർ 30-ലൊക്കെ പഠിച്ച് ഈ ഒരു വർഷത്തെ ഫുൾ പ്രിപ്പറേഷൻ എല്ലാം കഴിഞ്ഞ ശേഷം ജെഇ എക്സാം ഹാളിൽ ചെന്ന സമയത്ത് ക്വസ്റ്റ്യൻസ് ഒക്കെ കാണുമ്പോൾ ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം എല്ലാവരും പറയുന്നൊരു കാര്യമാണ്, എക്സാം ഹാളിൽ ഭയങ്കര ടെൻഷനായിരുന്നു, ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാവുന്നില്ല, അങ്ങനത്തെ ഒരു സ്റ്റേജ് ഉണ്ടായിരുന്നു? ഇല്ല, കുഴപ്പമുണ്ടായിരുന്നില്ല. രാവിലെ എനിക്ക് ഉച്ചക്കായിരുന്നു ഷിഫ്റ്റ്. അപ്പം രാവിലെ തന്നെ റിലാക്സ് ആയിട്ട് ഇരിക്കാനാണ് ശ്രമിച്ചിരുന്നത്. ഓക്കെ. എങ്ങനെയായിരുന്നു നമ്മുടെ ഈ ഒരു വർഷം? നമുക്ക് പ്രത്യേകിച്ച് സൈലത്തിന്റെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത് തന്നെ ബാക്കി ആരെക്കാളും വെറൈറ്റീസ് ഓഫ് എക്സാം, വീക്ക്ലി എക്സാമുകളുണ്ട്, മൊഡ്യൂൾ എക്സാമുകളുണ്ട്, അതുപോലെ തന്നെ ഗ്രാൻഡ് ടെസ്റ്റുകളുണ്ട്, GIBs ഉണ്ട്. ഇങ്ങനെ ഒരു വെറൈറ്റി ഓഫ് എക്സാം സീരീസ് നമ്മൾ നടത്താറുണ്ട്. അപ്പോൾ അത്രയോ മോക്ക് ടെസ്റ്റുകൾ നമ്മൾ നടത്തിയിട്ടുണ്ടാവും നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ആ മോക്ക് ടെസ്റ്റിലെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഹൃദിന് ഹെൽപ്ഫുൾ ആയിരുന്നു എക്സാം ഹാളിൽ. മോക്ക് ടെസ്റ്റ് എഴുതിയതുകൊണ്ട് തന്നെ ജെഇ മെയിൻ കുറച്ചും കൂടി ഈസി ആയിരുന്നു പറയാം. അപ്പം CBT എഴുതിയാലും അതിന് മുമ്പ് തന്നെ അല്ലാണ്ട് മോക്ക് ടെസ്റ്റ് എഴുതുമ്പോഴും
കുറെ ക്വസ്റ്റ്യൻസ് കണ്ടു പരിചയമുണ്ട്. പിന്നെ എവിടെ നിന്ന് ഒരു ടോപ്പിക് കിട്ടിയാൽ അവിടെ നിന്ന് എങ്ങനെ ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യുന്നുള്ളൊരു ഐഡിയ കിട്ടിയതുകൊണ്ട് കുഴപ്പമുണ്ടായില്ല. ഞാൻ ചോദിക്കട്ടെ, സൈലത്തിന്റെ മോക്ക് ടെസ്റ്റിൽ ഏറെക്കുറെ ഇവിടെ ഓക്കെ, ജെയ്വിൻ വന്ന എക്സാമ്പിൾ ഇവിടെ, ഇതിനകത്ത് ഏതായിരിക്കും? കുറച്ച് താഴെയായിരിക്കും. ജെയ്വിൻ എക്സാമ്പിൾ കുറച്ച് താഴെയാണ്. അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞ ഡിസ്കസ് ചെയ്ത മോഡലോ അല്ലെങ്കിൽ അതിനേക്കാൾ ഈസി ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ഒരു പരിധി വരെ വന്നിട്ടുള്ളതെന്ന് പറയാൻ പറ്റും. അപ്പൊ ആ ഒരു ആസ്പെക്ട് ഓക്കെ. ഇനി ഹൃദിൻ മുൻപോട്ട് ഇത്ര നല്ലൊരു പെർസെന്റേജ് ഒക്കെ കിട്ടി, ഓൾമോസ്റ്റ് പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഇപ്പോൾ ഓൾറെഡി ഗ്യാരണ്ടീഡ് ആണ്. ഈ ഒരു സ്റ്റേജിൽ നിൽക്കുമ്പോൾ ഇതിന്റെ മുൻപോട്ടുള്ള പ്ലാൻ എങ്ങനെയാണ്? ഇനിയിപ്പം ജെഇ അഡ്വാൻസിന് വേണ്ടി പഠിക്കാനാണ് പ്ലാൻ. നമ്മുടെ സൂപ്പർ 30 പ്ലാനുകളിലേക്ക് തന്നെ കണ്ടിന്യൂ ചെയ്യുകയാണ്. ഫേസ് 2 അപ്പിയർ ചെയ്യുന്നതിനെ പറ്റിയുള്ള അഭിപ്രായം എന്താണ്? നല്ല പെർസെന്റേജ് ഉണ്ട്, അപ്പോൾ ഫേസ് 2 എഴുതി നോക്കും. ഫോക്കസ് ചെയ്തിട്ട് എഴുതുന്നില്ല, എന്നാലും ജസ്റ്റ് എഴുതി നോക്കും. എന്തായാലും എഴുതുന്നുണ്ട്. ഇപ്പൊ ചില കുട്ടികളൊക്കെ പറയാറുണ്ട്, സാർ ഫേസ് 1 അത്ര ശരിയായില്ല, പക്ഷെ ഫേസ് 2 വേണ്ടി പ്രിപ്പയർ ചെയ്യണോ അതോ ഞാൻ ഇപ്പൊ തന്നെ വേറെ എന്തെങ്കിലും കാര്യങ്ങളിലേക്ക് തിരിയണോ? ഇത്രത്തോളം എക്സ്പീരിയൻസ് ആസ് എ റിപ്പീറ്റർ, ആസ് എ ഇന്റഗ്രേറ്റഡ് സ്കൂൾ സ്റ്റുഡന്റ്, ഇത്രത്തോളം എക്സ്പീരിയൻസ് ഉള്ള ഹൃദിന് അവരോട് എന്തായിരിക്കും പറയാനുണ്ടാവും? കഴിഞ്ഞ വർഷം എനിക്ക് ഫേസ് 1 പെർസെന്റേജ് കുറവായിരുന്നു. ഫേസ് 2 എത്തിയപ്പോൾ ആ പെർസെന്റേജ് കൂടുകയേ ചെയ്തത്. അങ്ങനെ നടക്കുന്നുണ്ട്, പെർസെന്റേജ് കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പൊ എന്തായാലും ഫേസ് 2 എക്സാമുകൾ എന്തായാലും എഴുതണം തന്നെയാണ് അതിന്റെ അഭിപ്രായം. അപ്പൊ ഇനിയുള്ള മുമ്പോട്ടുള്ള ക്ലാസ്സുകൾ, സൂപ്പർ 30 ഉള്ള ക്ലാസ്സുകളും നമ്മുടെ പ്രിപ്പറേഷനും ഹൃദിന് എങ്ങനെയാണ് ഇതിനെ നോക്കി കാണുന്നത് മുൻപോട്ട്? ഇനിയിപ്പം ജെഇ അഡ്വാൻസിന്റെ ക്ലാസ്സസ് കണ്ടിന്യൂ ചെയ്യും. അപ്പം ഇതുവരെ പ്രിപ്പയർ ചെയ്ത പോലെ തന്നെ കണ്ടിന്യൂ ചെയ്ത് തന്നെ ക്ലാസ് അറ്റൻഡ് ചെയ്തോ. അഡ്വാൻസ്ഡ് എത്രത്തോളം എക്സ്പെക്ടഡ് ആണ്? അഡ്വാൻസ് അത്യാവശ്യം ഉഷാറായിട്ട് ക്രാക്ക് ചെയ്യാന്നുള്ള ഒരു ഗുഡ് ഫീലിംഗ് ഉണ്ടോ? ഇപ്പം പോകുന്ന രീതിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്താൽ അഡ്വാൻസ് കോൺഫിഡന്റ് ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഹൃദിൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ സൂപ്പർ 30 ബാച്ചിലേക്കുള്ള അഡ്മിഷൻസ് ഇപ്പോൾ കറന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് സൈലത്തിന്റെ. സോ ഇനി ആരെങ്കിലും അങ്ങനെ ഒരു അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അഡ്മിഷൻസ് നിങ്ങൾ സെക്യൂർ ചെയ്യും. എന്തായാലും ഹൃദിന് ഓൾ ദ ബെസ്റ്റ് ഫോർ ഓൾ ദ ഫ്യൂച്ചർ എൻഡേവേഴ്സ്.